ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി പിടിപ്പിക്കുന്നതിന്റെ ജോലികൾ പൂർണ്ണമായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തുടർ പരിശോധന ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി എം ജി പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ശബരിമലയാണ് ക്ഷേത്രത്തിൽ നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ദീപാരാധനയ്ക്ക് നടയടയ്ക്കും. അതിന് മുൻപ് ഇനി കൂടുതൽ പരിശോധനയിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രവിധ അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ സാധാരണ വളരെ പെട്ടെന്ന് നടക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു മാധ്യമ ശ്രദ്ധയൊന്നും തന്നെ ഉണ്ടാകാത്ത നടക്കേണ്ട ഒരു നടപടിക്രമമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിയാണ് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. ഒപ്പം വലിയ സ്വർണ്ണ അപഹരണത്തിലും ക്രമക്കേടുകൾക്കും വഴിവെച്ചത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിയാണ്. ആ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി, രണ്ടാമത് അറ്റകുറ്റപ്പണി നടത്തി പൂർത്തിയാക്കി കൊണ്ടുവന്ന ആ പാളികളാണ് ഇപ്പോൾ ഈ ശബരിമല സന്നിധാനത്ത് പുനഃസ്ഥാപിക്കുന്നത്. പുനഃസ്ഥാപിക്കുന്ന നടപടികൾ ഏകദേശം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇത് ഉറപ്പിക്കേണ്ടതുണ്ട്. ആ ഉറപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 6:30-ക്ക് ദീപാരാധനയാണ്. അതിനു മുമ്പ് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാവരും തന്നെ ഇതിന് സാക്ഷിയായി തന്നെ ഇവിടെയുണ്ട്. കൃത്യമായി നടപടിക്രമങ്ങൾ പാലിക്കും. ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ഒരു വീഴ്ചയും വരുത്താതെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പൂർത്തിയാവുന്നത്. പ്രവിധ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിവാദങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കൂട്ടത്തിൽ, ഈ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ കൂട്ടത്തിൽ കാണേണ്ട ഒരു വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണ അപഹരണം അതൊക്കെ തന്നെ കൈയോടെ പിടികൂടിയതോടുകൂടിയാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ കസ്റ്റഡിയിലാകുന്ന ആ ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ വീണ്ടും തിരികെ സ്ഥാപിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ പോലും വലിയ ക്രമക്കേട് നടന്നു എന്നതാണ് ദേവസ്വം വിജിലൻസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയത്. കാരണം ഈ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകിയ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചെത്തിച്ചത് എന്നതിൽ പോലും വലിയ സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഇന്നലെ ഇത് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഈ സന്നിധാനത്തെത്തി ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ അന്വേഷണ സംഘം ഇന്നലെ നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷമാണ് ഇത് തിരികെ സ്ഥാപിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിട്ടുള്ളത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാകും. ഒരു ഭാഗത്തുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കലും അത് ഉറപ്പിക്കുന്ന നടപടികളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ വലതുഭാഗത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഉറപ്പിക്കുന്ന നടപടികളാണ് ഈ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അയ്യപ്പന് കാവൽക്കാരായി നിൽക്കുന്ന 2 ദ്വാരപാലകർ, ആ ദ്വാരപാലക ശില്പങ്ങളിലാണ് ഈ ലക്ഷങ്ങളുടെ ക്രമക്കേട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് ഈ ക്രമക്കേട് നടത്തില്ല എന്ന് ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഒപ്പം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്നത്തെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ സംശയ നിഴലിലാണ് എന്നുള്ള ചില കണ്ടെത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വീഴ്ച 2019 സംഭവിച്ചിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് അറ്റകുറ്റപ്പണിക്ക് പോകാൻ കൊടുത്ത ആ തീരുമാനം പോലും വലിയ വീഴ്ചയുടെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, ഈ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി നടത്തിയ സ്വർണ്ണക്കവർച്ച അത് കൃത്യമായ ഒരു ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു, ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. 2007 മുതൽ ഈ ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. എവിടെയും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു സ്വീകാര്യത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നു. ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലമൊന്നും പരിശോധിക്കാതെ 2019 ഇത് അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. അതിന് പിന്നിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പരിശോധിച്ചില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനുള്ള സാമ്പത്തിക പശ്ചാത്തലം ഉണ്ടോ എന്നൊന്നും നോക്കിയില്ല. അത് അല്ലാതെ തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ സന്നിധാനത്ത് വച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ദേവസ്വം മാനുവലിന് വിരുദ്ധമായി ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ
കമ്മീഷണറെ പോലും അറിയിക്കാതെ, തിരുവാഭരണം കമ്മീഷണറെ പോലും കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാതെയാണ് അന്ന് നടപടിക്രമങ്ങൾ നടത്തിയത്. ദേവസ്വം വിജിലൻസിന്റെ ഓരോ കണ്ടെത്തലും അത് സ്ഥിരീകരിക്കുന്നതായിരുന്നു. അങ്ങനെ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകുന്നു, തിരികെ ഇത് സ്ഥാപിക്കുന്നു. പക്ഷേ ആ തിരികെ സ്ഥാപിക്കുമ്പോൾ അതിൽ വലിയ തൂക്ക വ്യത്യാസം ഉണ്ടായി എന്നതാണ് ഹൈക്കോടതി പിന്നീട് കണ്ടെത്തിയത്. ഏകദേശം 42 കിലോയോളം സ്വർണമാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ ഉണ്ടായിരുന്നത്. ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം ഇത് തിരികെ എത്തിച്ചപ്പോൾ അത് 38.6 കിലോയായി കുറഞ്ഞു. അങ്ങനെ 4 കിലോ ഈ സ്വർണം, അല്ലെങ്കിൽ ഇത് എവിടെ പോയി എന്നുള്ള ചോദ്യമൊക്കെ ഹൈക്കോടതി ഉയർത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതിന്റെ തുടരന്വേഷണമൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി ഇവിടെ തിരികെ സ്ഥാപിക്കുന്നത്. പ്രവിധ, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സന്നിധാനത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.